പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ വലിയ ആവേശത്തിലാണ് പാലക്കാട്ടെ ബി.ജെ.പി ക്യാമ്പ്. സന്ദർശനത്തിന് മുന്നോടിയായ റോഡ് ഷോയുടെ ഭാഗമായുള്ള ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു. റോഡ് ഷോ നടക്കുന്ന അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെ ട്രയൽ റൺ നടത്തി. ബി.ജെ.പിയുടെ A+ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇത് മൂന്നാം തവണയാണ്. 2009 മുതൽ 2019 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ബി.ജെ.പിക്ക് വൻ വോട്ട് വർധനയാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ആഫ്റ്റർനൂൺ ഇക്ബാൽ അറക്കൽ. വലിയ ആവേശത്തിലാണോ പാലക്കാട്ടെ ബി.ജെ.പി ക്യാമ്പ്? പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തുന്ന ആദ്യ റോഡ് ഷോ ആണ് പാലക്കാട് നാളെ നടക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പാലക്കാട് നഗരത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ റോഡ് ഷോ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അഞ്ചുവിളക്ക് പരിസരത്ത് നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ മുതൽ റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെ ഈ റോഡിന്റെ രണ്ട് വശവും ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗത്തുള്ള ഈ മരങ്ങളുടെ ചില്ലകളെല്ലാം വെട്ടി വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 3000-ലധികം പോലീസുകാരെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. 1,00,000-ലധികം ആളുകൾ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തുമെന്നാണ് ബി.ജെ.പി നേതൃത്വം കണക്ക് കൂട്ടുന്നത്. സുജിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2019 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 80,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. അന്ന് 2,18,000 വോട്ടുകളാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് നേടിയത്. ഇത്തവണയും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്ന് പറയുന്നത് അവരുടെ A+ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വോട്ടുകൾ കൂടുതലായി നേടുക, വിജയം ഉറപ്പിക്കുക എന്ന് മാത്രമാണ് ബി.ജെ.പി പാലക്കാട് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദി കൂടി എത്തി, പ്രധാനമന്ത്രി കൂടി എത്തി ഈ റോഡ് ഷോ നടത്തിക്കൊണ്ട് ഈ ഒരു വിജയ സാധ്യത മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ ഈ ഉച്ചയാകുമ്പോൾ, നാളെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്, ഇന്ന് ഉച്ച മുതൽ തന്നെ ബി.ജെ.പിയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം ഈ റോഡ് ഷോ നടക്കുന്ന ഈ പാതയിലേക്ക് എത്തി അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു.